കേരളത്തിന്റെ തറിയൊച്ചകൾ താളം പിടിക്കുന്ന മണ്ണ്, പാരമ്പര്യവും പ്രൗഢിയും ഇടചേർന്നെത്തുന്ന കുത്താമ്പുള്ളി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ നെയ്ത്തുഗ്രാമത്തിൽ വിശ്വാസത്തിന്റെ മറ്റൊരു പേരായി മാറിയൊരിടം. അതാണ് നമ്മുടെ രാമചന്ദ്ര ഹാൻഡ്ലൂംസ്. പെണ്ണഴകിന് മാറ്റുകൂട്ടാൻ പട്ടുനൂലിൽ വിസ്മയം തീർക്കുന്ന ആയിരക്കണക്കിന് വെഡ്ഡിംഗ് സാരികളുടെ ഒരു മഹാസാമ്രാജ്യം തന്നെ ഇവിടെയുണ്ട്. തറികളിൽ നെയ്തെടുത്ത യഥാർത്ഥ കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ ശേഖരം രാമചന്ദ്ര ഹാൻഡ്ലൂംസിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. രാമചന്ദ്ര ഹാൻഡ്ലൂംസ്, തിരുവില്ലാമല, കുത്താമ്പുള്ളി. സംസ്ഥാനത്തെ വന്യമൃഗശല്യത്തിനെതിരെ കർഷക സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. വന്യജീവികളുടെ നിരന്തരമായ കടന്നുകയറ്റം മൂലം ഭീതിയിലായ ചേലക്കരയിലെ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ വനാതിർത്തികളിൽ ഉടനടി സോളാർ വേലി സ്ഥാപിക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടു. തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ വാഴക്കോട് വരെയുള്ള വനാതിർത്തി മേഖലകളിൽ കാട്ടാനകളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം അതിരൂക്ഷമാണ്. കൃഷിയിടങ്ങളും വീടുകളും തകർത്ത് ജനജീവിതം ദുസ്സഹമാക്കുന്ന വന്യമൃഗങ്ങളെ തടയാൻ ശാശ്വത പരിഹാരം കാണണമെന്ന് കേരള കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി യോഗം സർക്കാരിനോടും വനംവകുപ്പ് അധികൃതരോടും ശക്തമായി ആവശ്യപ്പെട്ടു. ചേലക്കരയിലും ചേലക്കര മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളുമായി കാട്ടാന ശല്യങ്ങളും വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ജനങ്ങളും കർഷകരുൾപ്പെടെയുള്ളവർ ആശങ്കയിലാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള ഇത്തരം കാട്ടാനകളുടെ ആക്രമണങ്ങളും വന്യമൃഗങ്ങളുടെ ആക്രമണവും മൂലം കർഷകർ വളരെ നിരാശയിലാണ്. ഇത്തരം മൃഗങ്ങളുടെ ശല്യം മാറ്റുന്നതിന് കാര്യങ്ങൾക്ക് ആവശ്യമായി തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ വാഴക്കോട് വരെയും വനാതിർത്തിയുടെ മറ്റു വിവിധ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ സൗരവേലി കെട്ടി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇത് തടയിടാൻ വേണ്ടി വർഷങ്ങളായി ജനങ്ങൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയ്ക്ക് അതിന് യാതൊരുവിധ നടപടിയുണ്ടായില്ല. ജനങ്ങളാണെങ്കിൽ ആശങ്കയിലുമാണ്. ഇത്തരം സമീപനങ്ങൾ ശരിയായ ഒരു നടപടിയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വനാതിർത്തികളിൽ ജനങ്ങളെ സംരക്ഷണത്തിനാവശ്യമായി അവരുടെ സ്വത്തിനും ജീവനും ഭീഷണിയായിട്ടുള്ള ഇത്തരം മൃഗങ്ങളുടെ ശല്യങ്ങൾ ഒഴിവാക്കാൻ സൗരവേലി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണമെന്നും കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. പ്രശ്നബാധിത മേഖലകളിൽ പ്രതിരോധ വേലികൾ സ്ഥാപിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. ഈ മണ്ഡലത്തിൽപ്പെട്ട MLA MP ഇതിൽ ഇടപെട്ടിട്ട് എത്രയും വേഗം ഈ കാര്യങ്ങൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. വാഴക്കോട് തോന്നൂർക്കര ഒരു 6 മണിക്ക് ആന ഇറങ്ങും കാട്ടിൽ, പുലർച്ചെ 6 മണി വരെ ഈ റോട്ടിലേക്ക് എത്തുകയാണ്. അത് ഈ യാത്രക്ക് ബസ്സിൽ പോകുന്ന ആൾക്കാരുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്. അപ്പോൾ അതിന് അത്രയും വേഗം നമ്മുടെ ഈ മണ്ഡലത്തിൽപ്പെട്ടുള്ള MP MLA അതിൽ ഇടപെട്ടിട്ട് അതിനൊരു പരിഹാരം കാണണം. സംസ്ഥാന കമ്മിറ്റി അംഗവും ദളിത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറിയുമായ MN ഗോപി യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ നേതാക്കളായ ജോർജ് എറമ്പാൻ, ലീല, വി സുമേഷ് എന്നിവരും മണ്ഡലം ഭാരവാഹികളായ PA ഇബ്രാഹിം, VV അബു, TM വിനു തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ്, ചേലക്കര.